പതിവ് പോലെ ഈ സംഭവവും വാർത്താ ചാനൽ ഏറ്റെടുത്തു. പക്ഷേ സംഭവിച്ചതൊന്ന്, അവർ വാർത്തയാക്കിയത് മറ്റൊന്ന്. ആ വാർത്തയിലേക്ക്. നമസ്കാരം, ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ഞാൻ മുകേഷ് കുമാർ. ഇന്നത്തെ പ്രധാന സംഭവ വികാസം: ഊളൻപാറ പോലീസ് സ്റ്റേഷനിൽ നിന്നും നാസർ എന്ന പ്രതിയെ കാണാതായിരിക്കുന്നു. ന്യൂസ് അവർ ഈ വിഷയമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും ഇതിൽ പങ്കെടുക്കാം. നിങ്ങളുടെ ഉത്തരം യെസ് ആണെങ്കിൽ നോ എന്നും, നോ ആണെങ്കിൽ യെസ് എന്നും SMS ചെയ്യുക. ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ PPP നേതാവ് ചെമ്പുകണ്ടത്തിൽ സുകുമാരൻ, ഒപ്പം പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഊളംപാറ SI സിംഗം മണിയൻ. ബാക്കിയുള്ളവരെ ഫോണിലും പ്രതീക്ഷിക്കുന്നു. ആദ്യം സിംഗം മണിയനിലേക്ക്. ആക്ച്വലി അന്ന് എന്താണ് സംഭവിച്ചത് സിംഗം മണിയൻ? ഞാൻ ഇന്നലെ രാത്രി ബിവറേജ് കോർപ്പറേഷന്റെ മുമ്പിൽ മദ്യപിച്ച് മതോന്മത്തനായി നിൽക്കുന്ന ഒരു പോലീസ് ഓഫീസറിൽ നിന്ന് എന്ത് നീതിയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? അയ്യോ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഞാൻ അവിടെ പാല് മേടിക്കാൻ പോയിട്ട് ബിവറേജസ് കോർപ്പറേഷനിൽ നിന്നും ഏത് മലയാളിയാണ് പാല് വാങ്ങാൻ പോകുന്നത്? ഒന്നുകിൽ ഇദ്ദേഹം മദ്യപിച്ച് മതോന്മത്തനായി ബിവറേജസ് കോർപ്പറേഷന്റെ ഔട്ട്ലെറ്റ് മിൽക്ക് ബൂത്ത് ആണെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ മദ്യത്തിൽ പാല് മിക്സ് ചെയ്ത് കഴിക്കണമെന്ന താല്പര്യത്തോടെ ഇദ്ദേഹം അവിടെ പോയിരിക്കുന്നു. അയ്യോ, അതല്ല. ബിവറേജ് കോർപ്പറേഷന് മുമ്പിലുള്ള പാല് കടയിൽ നിന്ന് പാല് വാങ്ങി മടങ്ങുമ്പോഴാണ് ആ നാസർ. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. മിസ്റ്റർ സുകുമാരൻ, അന്ന് ശരിക്കും എന്താണ് സംഭവിച്ചത്? അതിപ്പോ എന്തുട്ടാ കുട്ടിയെ പറയാ? ഓ ഇല്ലേ, ഈ പാവം ജോലി കഴിഞ്ഞു വന്നിരിക്കണു. പെട്ടെന്ന് സംസാരത്തിന് എന്ത് പറ്റി? അല്ല, ഈ ലൈവായിട്ട് TV-യിൽ കൂടെയൊക്കെ ജനങ്ങൾ കാണുന്നതല്ലേ, കുറച്ച് വള്ളുവനാടൻ കിടന്നോട്ടെ എന്ന് കരുതി. അതൊന്നും വേണ്ട, സാധാരണ ഭാഷ മതി. ശരി, ഓക്കെ. തൊഴിൽ കഴിഞ്ഞു മടങ്ങിയ ഒരു പാവ യുവാവിനെയാണ് ഹെൽമറ്റ് ധരിക്കാത്തതിന്റെ പേരിൽ ഈ ക്രൂരൻ SI അറസ്റ്റ് ചെയ്തത്. മനസ്സിലായി? ഹെൽമറ്റ് ധരിക്കാതെ യാത്ര ചെയ്ത ഒരു പാവം യാത്രക്കാരനെ രാത്രി സമയത്ത് അറസ്റ്റ് ചെയ്ത SIയുടെ നടപടി ശരിയാണോ? നിങ്ങളുടെ ഉത്തരം യെസ് ആണെങ്കിൽ നോ എന്നും, നോ ആണെങ്കിൽ യെസ് എന്നും SMS ചെയ്യുക. ഹെൽമറ്റ് മാത്രമല്ല വിഷയം. എന്ത് തൊഴിൽ ചെയ്തിട്ടാണ് പ്രതി ബൈക്കിൽ യാത്ര ചെയ്തെന്ന് താങ്കൾ അന്വേഷിച്ചില്ല? അട്ടെ, എന്തായിരുന്നു നാസറിന്റെ തൊഴിൽ? മാലമോഷണം. മാല തട്ടിപ്പറിക്കാൻ ശ്രമിച്ചപ്പോ എതിർത്ത എൽസമ്മ എന്ന യുവതിയെ പിടിച്ച് തള്ളിയിട്ട് ബൈക്കിൽ പോയപ്പോഴാണ് ഞാൻ അറസ്റ്റ് ചെയ്തത്. 1, ഹെൽമറ്റ് ഇല്ല. 2, മാലമോഷണം. ഞാൻ തിരിച്ചു വരാം. തൊഴിലില്ലായ്മ കാരണം ജീവിതം വഴിമുട്ടിയ ഒരു പാവം ചെറുപ്പക്കാരന് അയാളുടെ കാമുകി എൽസമ്മ തന്റെ മാല ഊരി നൽകിയപ്പോൾ ഒരു വർഗീയവാദിയായ SI മണി അത് ഒരു മോഷണമാക്കി മാറ്റി. എന്തു പറയുന്നു മിസ്റ്റർ സുകുമാരൻ? സർ, സത്യസന്ധമായിട്ട് പറഞ്ഞാൽ നമുക്ക് തിരിച്ചു വരാം. ഒരു സാധു പെൺകുട്ടിയായ എൽസമ്മ തന്റെ മാല ഊരി നാസറിന് നൽകിയിട്ട് പറഞ്ഞു, ഇക്ക ഈ മാല പണയം വെച്ച് ഇക്ക ദുബായിലേക്ക് പൊക്കോളൂ. ഇതിനെ കുറിച്ച് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന സുകുമാരന് എന്താണ് പറയാനുള്ളത്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താങ്കളുടെ നിലപാട് വളരെ വ്യക്തമാണ്. ഞാനൊന്നും പറഞ്ഞില്ല. എങ്കിലും വളരെ വ്യക്തമാണ്. ഞാൻ തിരിച്ചു വരാം. കാമുകിമാരെ നാട്ടിലാക്കിയിട്ട് കാമുകന്മാർ ദുബായിലേക്ക് പോകുന്നത് ശരിയാണോ? നിങ്ങളുടെ ഉത്തരം യെസ് എന്നാണെങ്കിൽ നോ എന്നും, നോ എന്നാണെങ്കിൽ യെസ് എന്നും ഞങ്ങൾക്കുടൻ തന്നെ SMS ചെയ്യുക. ഇനി നമുക്ക് മണിയിലേക്ക് തിരിച്ചു പോകാം. ലോക്കപ്പിൽ എന്താ സംഭവിച്ചത് മിസ്റ്റർ മണി? നിങ്ങൾ എന്താ നാസറിന് കുടിക്കാൻ കൊടുത്തത്? നിങ്ങൾക്കറിയാമോ, ഞാൻ അവന് പച്ചവെള്ളം പോലും കൊടുക്കാതെ പട്ടിണിക്കിട്ട പാവത്തിനെ കൊല്ലാൻ ശ്രമിക്കുകയായിരുന്നു സിംഗം മണി. അതല്ല, ചൂടുവെള്ളം. ഞാൻ തിരിച്ചു വരാം. ചൂടുവെള്ളം തലയിലൊഴിച്ച് പീഡിപ്പിക്കുക എന്ന ക്രൂരമായ ശിക്ഷാവിധിയാണ് സിംഗം മണി നടപ്പിലാക്കിയത്. എത്ര നിന്ദ്യവും ക്രൂരവുമായ ഒരു ശിക്ഷാവിധിയാണ്. പ്രേക്ഷകർക്ക് മനസ്സിലാകുന്നുണ്ടാവും. ദൈവദോഷം പറയരുത്. ചൂടുവെള്ളം വേണമെന്ന് പറഞ്ഞപ്പോ നല്ല മധുരമുള്ള ചായ ഞാൻ കൊടുത്തു. ഞാൻ മടങ്ങി വരാൻ. ഡയബറ്റിസ് പേഷ്യന്റായ പ്രതി നാസറിന് മധുരമുള്ള ചായ നൽകി അയാളുടെ പ്രമേഹം കൂട്ടാൻ ശ്രമിക്കുകയായിരുന്നു ഈ SI. എന്ത് പറയുന്നു സുകുമാരൻ? ഒരു രാഷ്ട്രീയ നേതാവിന്റെ വാക്കുകൾക്കായി ജനങ്ങൾ കാതോർത്തിരിക്കുകയാണ്. പറയൂ. ശരിക്കും ഈ പ്രമേഹം വളരെ വ്യക്തമാണ് താങ്കളുടെ നിലപാട്. ഞാൻ തിരിച്ചു വരാം. ഞാൻ പറഞ്ഞില്ലായിരുന്നു. ഞാൻ തിരിച്ചു വരാം. തന്റെ ശത്രുവിനെ കൈകാര്യം ചെയ്യാൻ കിട്ടിയ അവസരം SI മണി മുതലാക്കുകയായിരുന്നു. ശത്രുവോ? അനാവശ്യം പറയരുത്. ഈ പറയണ നാസർ എന്റെ ഫ്രണ്ടാ. എന്തിന്? നാസറിന്റെ ഭാര്യ നസീമ വരെ എന്റെ ഫേസ്ബുക്ക് ഫ്രണ്ട്. അപ്പോൾ എല്ലാം വ്യക്തമായിരിക്കുകയാണ്. നാസറിന്റെ ഭാര്യ നസീമയുമായി അവിഹിത ബന്ധമുള്ള SI മണി കള്ളക്കേസിൽ കുടുക്കി നാസറിനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. തന്റെ പാർട്ടി പ്രവർത്തകന് സംഭവിച്ച ദുര്യോഗത്തെ കുറിച്ച് നേതാവ് എന്ന നിലയിൽ ശ്രീ സുകുമാരന് ശക്തമായി പ്രതികരിക്കാനുണ്ടാവും. എന്താണ് സുകുമാരൻ? പറയൂ.
തിരിച്ചു പൊക്കോ. മനസ്സിലുള്ള വേദന കാരണം അദ്ദേഹത്തിന് വാക്കുകൾ പോലും കിട്ടുന്നില്ല. വളരെ വ്യക്തമാണ്. നാസറിനെ അതിക്രൂരമായി ലോക്കപ്പിലിട്ട് മർദ്ദിച്ച് കൊലപ്പെടുത്തിയ ശേഷം സ്റ്റേഷന്റെ പുറകിലുള്ള പുരയിടത്ത് ശവം മറവ് ചെയ്യുകയായിരുന്നു മിസ്റ്റർ മണി. ഈ മൗനം സമ്മതമായി എടുക്കുകയാണ്. ഈ മൗനത്തിൽ നിന്നും വളരെ വ്യക്തമായിരിക്കുകയാണ് സിംഗം മണി എന്ന ക്രൂരനാണ് നാസറിനെ അതിദാരുണമായി കൊലപ്പെടുത്തിയിരിക്കുന്നത്. ഈശ്വര, ഇതെങ്ങോട്ടാ പറഞ്ഞോണ്ട് പോണത്? ഞാൻ മടങ്ങി വരാം. ഞാൻ പോയിട്ട് വരാം. എങ്ങോട്ട്? എങ്ങോട്ടെങ്കിലും. അവിടെ ഇരി. അയ്യോ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിച്ചില്ലല്ലോ, എന്നാ ഞാൻ പൊക്കോട്ടെ. പാടില്ല. ന്യൂസ് അവർ 1 മണിക്കൂറുണ്ട്. വാർത്ത തീർന്നിട്ട് പോയാൽ മതി. എനിക്ക് വീട്ടിൽ പോകണം. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതം ഹോമിച്ച ഒരു പാവം തൊഴിലാളി, ആ ജീവൻ പൊലിഞ്ഞു പോയി. എന്റെ ജോലിയും പോയി. പോകണം. തെറ്റ് ചെയ്തതിന്റെ പശ്ചാത്താപമാണ് നിങ്ങൾ ഈ കാണുന്നത്. നിങ്ങൾ പറയൂ, ഈ സംഭവത്തിൽ യഥാർത്ഥ കുറ്റവാളി ആര്? നീ തന്നെടാ. നാസറേ, മണിസാറ്, അസുഖമായിട്ട് കിടക്കണ വാപ്പയെ കാണാൻ ഞാൻ നാട്ടിൽ പോയതിനിടയ്ക്ക് ഇവൻ എന്റെ മരണം ആഘോഷിച്ചു. വാർത്തകൾ വളച്ചൊടിക്കുന്ന നിന്നെ പോലുള്ള കുതന്ത്രക്കാരാണ് സത്യസന്ധനായ ചാനൽ പ്രവർത്തകർക്ക് പോലും ചീത്തപ്പേരുണ്ടാക്കുന്നത്. അറിയണം. മാധ്യമരംഗത്തെ ഈ പ്രഗത്ഭനെ കൊട്ടേഷൻ സംഘം തലവനും എസ്ഐയും ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചിരിക്കുന്നു. ഞാനോ? ഇനിയും നിന്നെ തല്ലിയില്ലെങ്കിൽ ദൈവം എന്നോട് ചോദിക്കോടാ. ഇനി നിങ്ങൾ പറയും, ഞങ്ങൾ ഈ ചെയ്ത് ശരിയാണോ? ശരിയാണെങ്കിൽ എസ് എന്നും അല്ലെങ്കിൽ നോ എന്നും ഉടൻ SMS ചെയ്യുക.